ശ്രീ കെ ആർ നായർ, ഗുഡ് മോർണിംഗ്. ഇന്ത്യയിൽ അവിടെ ഗുഡ് ഈവനിങ് ആയിരിക്കണം അല്ലോ. എന്താണ് അവസ്ഥ? ഈ ആദ്യത്തെ മെസ്സേജ് കണ്ടപ്പോൾ ഇത്ര ഗുരുതരമാണെന്ന് അറിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വളരെ ധൃതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഭാഗത്ത് കൺഗ്രാറ്റുലേഷൻസ്, മറുഭാഗത്ത് ആശങ്ക. ടേക്ക് കെയർ. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഗുഡ് ഈവനിങ് ആണ്. ഇവിടെ ഇപ്പൊ രാത്രി ആകാറായി. ഇവിടുത്തെ അവസ്ഥ ആസ് ഓഫ് നൗ കുറച്ച് കഷ്ടത്തിലാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലേക്കൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ സിഗ്നൽ പോലീസ് ഇന്ന് തരണം. ബിക്കോസ് ഏറ്റവും പേടിക്കേണ്ടത് നമ്മളിവിടെ ഈ കാറ്റ് ഭയങ്കര 130 കിലോമീറ്റർ സ്പീഡിലാണ് കാറ്റടിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയില് ഈ ഹൗളിംഗ് സൗണ്ടോട് കൂടിയാണ് കാറ്റ് വന്നുകൊണ്ടിരുന്നത്. അതോടുകൂടി ലൈറ്റ് പോയി ആൻഡ് എല്ലാ കണക്ഷൻസും പോയി ആൻഡ് ഭയാനകമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് മഴയും കൂടെ പെയ്തു. അപ്പം അത് കഴിഞ്ഞ് രാവിലെയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം എന്താ ഈ ഞാൻ താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഇലകളൊക്കെ പറന്ന് എല്ലാം ഈ ചെടികളുടെയും ഇലകളുടെയും ഈ ഭാഗ്യത്തിന് അവിടുത്തെ ഒരു തെങ്ങ് അവിടെ നിൽപ്പുണ്ട്. അത് ലാത്തുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര താഴോട്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു തേങ്ങ താഴെ വീഴുമോ എന്നുള്ള ഒരു ഭയം വരെ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഫ്ലൈയിങ് ഓബ്ജക്റ്റ് ആണ്. ഈ ഹരിക്കെയിൻ വരുമ്പം വല്ല വീടുകളുടെ കൂരയുടെ മേളിലിരിക്കുന്ന കൂരയൊക്കെ പറന്ന് നമ്മുടെ ദേഹത്തടിക്കാം. അതുകൊണ്ടാണ് പോലീസ് വെളിയിൽ ഇറങ്ങരുതെന്ന് പറയുന്നത്. സോ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ആരാധകരും വന്നവരെല്ലാരും പെട്ടുകിടക്കുകയാണ്. ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, മയാമിക്ക് ഫ്ലൈറ്റ് ഇല്ല. എൻ്റെ ഫ്ലൈറ്റും ക്യാൻസലായി പോയി. ഞാൻ മയാമിക്കും മയാമിക്ക് പോയിട്ട് അവിടുന്ന് പാരീസിന് പോയി തിരികെ പോകാനിരുന്നതാണ്. പക്ഷെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ടോട്ടൽ പ്രശ്നത്തിലാണ്. ബിക്കോസ് എയർപോർട്ട് ഇത് കഴിഞ്ഞ ഉടനെ അവർ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ബുക്കിംഗ് എടുക്കുന്നില്ല ടിക്കറ്റുകളൊന്നും. അപ്പം 4-ാം തീയതി വരെ അടഞ്ഞു കിടക്കും എന്നാണ് പറയുന്നത്. എത്രത്തോളം അപ്പൊ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുന്ന ഇപ്പൊ ടിക്കറ്റ് ഇപ്പൊ ന്യൂയോർക്കിനൊക്കെ പോണ ടിക്കറ്റൊക്കെ $3000 $400 പോകേണ്ടത് ഇപ്പൊ $3000 ആൾക്കാർ കൊടുക്കേണ്ടി വരുന്നത്. അത്രത്തോളം പൊങ്ങിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പം ബിക്കോസ് ഒരു എയർപോർട്ട് എസ്പെഷ്യലി ഒരു വേൾഡ് ഇവന്റ് നടക്കുമ്പോൾ അതിൻ്റെ ആൾക്കാരെല്ലാം പോകാനിരിക്കുമ്പോഴത്തേക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് സംഭവം. ഇപ്പം എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇപ്പം എയർപോർട്ടിൽ ഞാൻ 5-ാം തീയതിക്ക് എനിക്കൊരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ ആയിരിക്കും. ബിക്കോസ് ഇത് എയർപോർട്ട് തുറക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ഇരച്ച് എങ്ങനെങ്കിലും കയറി വെളിയിലേക്ക് വിടാനാണ് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. കാറ്റ് ഇപ്പോഴും നിന്നിട്ടില്ല, പക്ഷെ കാറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാറ്റ് കുറഞ്ഞ സ്ഥിതിക്ക് ചില പ്ലെയിനുകൾ ഇറങ്ങാൻ സാധിക്കും. ഈവൻ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ലാൻഡ് ചെയ്തിട്ടല്ലേ പൊക്കി പോകാൻ പറ്റുള്ളൂ. സോ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന്റെ തലേ ദിവസം മുമ്പ് തന്നെ ഞാൻ ജനം ടിവിയോട് പറഞ്ഞായിരുന്നു, ആൾക്കാർ സ്റ്റോക്ക് ബൈയിങ് നടത്തി, ആൾക്കാർ പാനിക് ബൈയിങ് നടത്തി, ഫുഡുകളൊക്കെ വാങ്ങിച്ചു കൂട്ടി. ബിക്കോസ് എത്ര ദിവസം വെളിയിൽ പോകാൻ പറ്റൂല എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇന്നലെ രാത്രിയിലെ ലൈറ്റും എല്ലാം കൂടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറെ ദിവസത്തേക്ക് ഇതൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫൈയും ലൈറ്റും വന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സാർ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ് ടീമിനെ ഇങ്ങോട്ട് വരുന്നതും വന്നതിന് ശേഷമുള്ള ആഘോഷമൊക്കെ തുടങ്ങാനായി. പക്ഷെ ടീമും അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. പ്രത്യേക വിമാനം അയക്കുന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ അതിനുള്ള സാധ്യതകളുണ്ടോ അവിടെ? പ്രത്യേക വിമാനം വന്നാലും അവരെ നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടിലെ മറ്റേ കമേഴ്സ്യൽ ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല.
ബിക്കോസ് കൊമേഴ്സ്യൽ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പൊ അവർ എടുത്തിരുന്ന കമേഴ്സ്യൽ ഫ്ലൈറ്റുകൾ തന്നെ പൊങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. ആൻഡ് ബാർബഡോസ് ഡൽഹി ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് അവരെടുക്കാൻ പോകുന്നത്. അപ്പൊ പക്ഷെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ത്യയിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്യണം. ഈ എയർപോർട്ട് തുറന്നു കഴിഞ്ഞാലല്ലേ ചാർട്ടേഡ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത്. അപ്പം അറേഞ്ച്മെന്റ്സ് അനുസരിച്ചിട്ട് ഈ ഫ്ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഡൽഹിക്ക് പോവുകയും അവിടെ ഇതിന്റെ കൂടെ കുറച്ച് പേര് സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്നവരെയും കൊണ്ടുപോകണം എന്നുള്ളതാണ് മനസ്സിലായി. ഇന്നലെ ഞാൻ റോജർ ബിന്നിയുമായിട്ട് സംസാരിച്ചപ്പോൾ റോജർ ബിന്നി പറയുകയുണ്ടായി, കഴിയണത് ഞങ്ങൾ ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ നോക്കുകയാണ് ഈ ഫ്ലൈറ്റിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.